ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അർഷാദ്. ഞാൻ ലുമിനാർക്ക് ബിൽഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ലുമിനാർക്ക് ബിൽഡേഴ്സ് കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിങ്സിൻ്റെ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ചെയ്തു വരുന്നൊരു കമ്പനിയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് അറിവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്ലാനിങ് ഫേസാണ്. പ്ലാനിങ് ഫേസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നാമതായിട്ട് ബഡ്ജറ്റ് പ്ലാനിങ്, ആർക്കിടെക്ചറൽ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ പ്ലാനിങ്. ഈ ബഡ്ജറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് ആയിക്കോട്ടെ, ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയറിലുള്ള ലാൻഡ്സ്കേപ്പിംഗ്, കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, അതുപോലെ നമ്മൾ ഫ്യൂച്ചറിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സോളാർ സിസ്റ്റംസ്, അതുപോലെ ക്യാമറ വർക്ക്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ടോട്ടൽ കോസ്റ്റാണ് ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിങ് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങളുമായിട്ടൊരു ഓപ്പൺ ഡിസ്കഷൻ പ്ലാൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് വേണ്ട ബെഡ്റൂംസിൻ്റെ എണ്ണം, കിച്ചണിൻ്റെ വലിപ്പം, അതുമുതലായിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുകയും, അതുപോലെ ടോട്ടൽ ഇൻകംസ്, അത് നമ്മുടെ സേവിങ്സ് ആയിക്കോട്ടെ, ഗോൾഡ്, അതുപോലെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോൺ എമൗണ്ട്, ഇതിൻ്റെ എല്ലാം ടോട്ടലായിട്ടുള്ളൊരു നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുകയും വേണം. അതിനുശേഷമായിരിക്കണം നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആർക്കിടെക്റ്റിൻ്റെ അടുത്തോ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തോ ഒരു അഡീഷണൽ ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇനീഷ്യലി ഫിക്സ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റിൻ്റെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഫൈനൽ ബഡ്ജറ്റും അതുപോലെ തന്നെ ഒരു ഫൈനൽ സ്ക്വയർ ഫീറ്റും നമ്മൾ ഫിക്സ് ചെയ്യും. രണ്ടാമതായിട്ട് ആർക്കിടെക്ചറൽ പ്ലാനിങ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എക്സ്പീരിയൻസ്ഡ് ആർക്കിടെക്റ്റിനെയോ ഒരു ഡിസൈനറെയോ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നോർമൽ ഡിസൈനർ ഒരു 2050 സ്ക്വയർ ഫീറ്റ് വരയ്ക്കുന്ന ഒരു പ്ലാൻ സെയിം സൗകര്യങ്ങളിൽ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർക്ക് 2000 സ്ക്വയർ ഫീറ്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു സെയിം സൗകര്യങ്ങളിൽ തന്നെ 50 സ്ക്വയർ ഫീറ്റ് ലാഭിക്കുന്നത് വഴി നമുക്ക് എബൌട്ട് 1 lakh, ഇപ്പോഴത്തെ കോസ്റ്റിംഗ് അനുസരിച്ചിട്ട് നമുക്കൊരു 1 lakh വരെ സേവ് ചെയ്യാം. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഡിസൈനർക്കോ ആർക്കിടെക്റ്റിനോ നമ്മൾ ഹയർ ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും ഒരു ലോസ് വിചാരിക്കേണ്ടതില്ല. അപ്പോൾ ഈ ആർക്കിടെക്റ്റോ ഡിസൈനറായിട്ട് നമ്മളൊരു ഓപ്പൺ ഡിസ്കഷൻ വെക്കണം വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളുമായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് റിക്വയർമെൻറ്റ്സ് എടുക്കുന്നത് വഴി, അതുപോലെ തന്നെ നമ്മൾ ഇനീഷ്യൽ ഫിക്സ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ ആർക്കിടെക്റ്റിന് നമ്മുടെ ഫ്ലോർ പ്ലാനും അതുപോലെ ആ ഒരു സ്ക്വയർ ഫീറ്റും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ എക്സ്റ്റീരിയർ എലവേഷനും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ വിധത്തിൽ ഫ്ലോർ പ്ലാൻ, എക്സ്റ്റീരിയർ 3D, ഇൻറ്റീരിയർ ലേഔട്ട്സ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള ആർക്കിടെക്ചർ ആൻഡ് സ്ട്രക്ചറൽ എലമെൻസിനെ ഒരു ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്ലാൻ ആക്കുന്ന ഈ ഒരു സ്റ്റേജാണ് നമ്മൾ ആർക്കിടെക്ചറൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് മൂന്നാമത് വരുന്നത് എക്സിക്യൂഷൻ പ്ലാനിംഗ് ആണ്. അപ്പോൾ എക്സിക്യൂഷൻ പ്ലാനിങ്ങിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എക്സിക്യൂഷൻ ഫേസിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്, ഇത് രണ്ടുമാണ് നമ്മൾ എക്സിക്യൂഷൻ പ്ലാനിങ്ങിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽസ്, നമ്മളൊരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. 2000 സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാൻ ആണെങ്കിൽ ആ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തു. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫൈനൽ ചെയ്തു. ഈ ബഡ്ജറ്റിൻ്റെയും ഈ ഫ്ലോർ പ്ലാൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഒരു ഭിത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഇഷ്ടിക വെച്ചിട്ടും നമുക്ക് ഭിത്തി ചെയ്യാം, സിമെൻറ്റ് ബ്ലോക്സ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കോസ്റ്റ് ഡിഫറൻസും അത് നമ്മുടെ ബഡ്ജറ്റിനെ ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഇഷ്ടിക സെലക്ട് ചെയ്യണോ സിമെൻറ്റ് ബ്ലോക്ക് സെലക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ, നമ്മുടെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന സ്റ്റീൽ നമുക്ക് പ്രൈമറി സ്റ്റീലായിട്ടുള്ള ടാറ്റ JSW പോലെയുള്ള സ്റ്റീലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റീലായിട്ടുള്ള കൈരളി, കല്ലേത്ത് പോലെയുള്ള സ്റ്റീലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻ ഫൈനൽ ചെയ്യുന്നത് ഓരോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലും. രണ്ടാമതായിട്ട് നമ്മൾ എക്സിക്യൂഷൻ പ്ലാനിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലാസ്റ്ററിങ് വരെയുള്ള സ്ട്രക്ചറൽ വർക്ക് എല്ലാം ലേബറായിട്ട് കൊടുക്കുകയും അതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് അതനുസരിച്ച് എടുത്തു കൊടുത്ത്, അതുപോലെ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്സുകൾ ഇലക്ട്രീഷ്യനെയും പ്ലംബറെ ഏൽപ്പിക്കുകയും നമ്മുടെ ഡോസും വിൻഡോസിൻ്റെ വർക്കുകൾ നമുക്ക് കാർപ്പൻ്റർ ഡയറക്റ്റ് ഏൽപ്പിക്കുന്ന രീതിക്ക് നമുക്ക് അത് ചെയ്തു പോകാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്ററിങ് വരെയുള്ള സ്റ്റേജ്, സ്ട്രക്ചറൽ വർക്കിൻ്റെ സ്റ്റേജ് നമുക്ക് മൊത്തമായിട്ടൊരു ടീമിനെ, ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, ടൈൽസ് വർക്ക്, അതുപോലെയുള്ള വർക്കുകൾ നമുക്ക് സെപ്പറേറ്റ് ഓരോ കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിക്കുന്ന രീതിക്കുള്ളൊരു മെത്തേഡും ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മൊത്തം വർക്ക് അതൊരു ടേൺ കീ കോൺട്രാക്റ്റായിട്ട് ഒരു കോൺട്രാക്ടറെയോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോ ഏൽപ്പിക്കാം. ഈ 3 മെത്തേഡ്സിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ, അതായത് വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആളുടെ ടൈമും അതുപോലെ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റിയുള്ള നോളജിൻ്റെയും അടിസ്ഥാനത്തിലാണ്.
ഇപ്പോൾ ഈ ക്ലയൻറ്റിന്, നമ്മുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ വീട് പണിയാൻ പോകുന്ന ആൾക്ക് ടൈം കുറവാണ്, വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് ടൈം കുറവാണ്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി വേണ്ട നോളജ് കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ ഒരു കോൺട്രാക്റ്റായിട്ട് സെപ്പറേറ്റ് കൊടുക്കുന്നത് വഴി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാമതായിട്ട് നമുക്ക് സൈറ്റിൽ വരുന്ന ചില കാര്യങ്ങൾ, ഇഷ്യൂസ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഒരിക്കലും ഒരു കോൺട്രാക്ടർ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കില്ല. ഒരു മറ്റവരുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ പരസ്പരം പഴി ചാരുന്നൊരു കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ടേൺ കീ അല്ലെങ്കിൽ മൊത്തമായിട്ട് ഫ്രം സ്റ്റാർട്ടിങ് ടു ഫിനിഷ് കൊടുക്കുന്ന രീതിക്കുള്ളൊരു കോൺട്രാക്റ്റാണ് ബെറ്റർ. പക്ഷേ ക്ലയൻറ്റിന് ടൈം അവൈലബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി അത്യാവശ്യം ഒരു നോളജ് ഉള്ള ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിട്ട് സെപ്പറേറ്റ് കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ കോസ്റ്റ് കട്ടിങ് പോസിബിളാണ്. പ്ലാനിങ് ഫേസിൻ്റെ ഈ 3 സ്റ്റേജസ്, അതായത് ബഡ്ജറ്റ് പ്ലാനിങ്, ആർക്കിടെക്ചറൽ പ്ലാനിങ്, എക്സിക്യൂഷൻ പ്ലാനിങ്, ഇതിൽ നമ്മുടെ ബഡ്ജറ്റ് പ്ലാനിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ്. കാരണം നമ്മുടെ ആർക്കിടെക്ചറൽ പ്ലാനിങ് ആയിക്കോട്ടെ, എക്സിക്യൂഷൻ പ്ലാനിങ് ആയിക്കോട്ടെ, ബഡ്ജറ്റ് പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആർക്കിടെക്ചറൽ പ്ലാനിങ്ങിൽ നമ്മുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി ലിവിങ്ങും വിസിറ്റിങ്ങും ഒരെണ്ണമാക്കാം, 2 സെപ്പറേറ്റ് കൊടുക്കാതെ ഒന്നാക്കാം. കാരണം വിസിറ്റേഴ്സ് ഒരുപാടില്ലാത്തൊരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിട്ട് 2 സെപ്പറേറ്റ് കൊടുക്കുന്നത് ഒരു ഓവർ ബഡ്ജറ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 2 കിച്ചൺ, ഇപ്പോൾ മെയിൻലി നമ്മുടെ ഷോ കിച്ചൺ, അതുപോലെ തന്നെ ഒരു വർക്കിംഗ് കിച്ചൺ. അപ്പോൾ അത് കോസ്റ്റ് നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർക്കിംഗ് കിച്ചൺ കൺസ്ട്രക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാതെ അത് പിന്നീടോ അല്ലെങ്കിൽ ഒരു ട്രസ് വർക്ക് രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതെല്ലാം തീരുമാനിക്കുന്നത്. അതുപോലെ എക്സിക്യൂഷൻ്റെ മെറ്റീരിയൽസിൻ്റെ മെത്തേഡ്സിൻ്റെ കാര്യമായാലും ഇത് തന്നെ. പ്ലാനിങ് ഫേസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഫേസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വിധത്തിലുള്ള പ്ലാനിങ് ചേഞ്ചസും എൻ്റർടൈൻ ചെയ്യരുത്, പ്രത്യേകിച്ച് ആർക്കിടെക്ചറൽ പ്ലാനിങ്സ്. അപ്പോൾ പ്ലാനിൽ ചേഞ്ച് വന്നത് മൂലം പൊളിച്ചുപണി മുതലായുള്ള കാര്യങ്ങൾ വഴി വരുന്ന അധിക ചിലവ് അത് നമ്മുടെ വീട് പണിയാൻ പോകുന്ന വ്യക്തിയെ സാരമായി ബാധിച്ചേക്കാം. ബഡ്ജറ്റ് പ്ലാനിങ്, ആർക്കിടെക്ചറൽ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ പ്ലാനിങ്ങിനെ പറ്റി സംസാരിച്ച് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കൺസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ.